ഹായ് പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് നിങ്ങളെ ചാപ്റ്റർ പഠിപ്പിക്കുന്ന ഒരു സീരീസിലേക്കാണ് ഞാൻ കടക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. ഈ ക്ലാസ് മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു 2 കമന്റുകൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അതൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു പ്രധാനമായിട്ടും എന്താണ് സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ ഈ കാണുന്ന സെന്റൻസ് ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല പല ആളുകൾക്കും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ, ലോകത്ത് ഒരുപാട് നമ്പറുകളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു നമ്പർ ഞാൻ ഫിക്സ് ചെയ്യുന്നു. അതായത് ഇനിയിപ്പോ ഒരു 4ഓ 5ഓ ഇനിയിപ്പോ 6ഓ ഒരു 6 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഈ നമ്പറിനോട് ഞാൻ ആ ഒരേ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. +6 ആണെങ്കിൽ 3 + 6 9, 9 + 6 15, 15 + 6 21, 21 + 6 37. ഇങ്ങനെ നമുക്ക് എഴുതി പോകാൻ പറ്റും. ഓക്കെ, അതേ സമയത്ത് ഞാനൊരു നമ്പർ എടുക്കുന്നു, സ്റ്റാർട്ടിങ് നമ്പർ 2 എന്ന് എടുക്കുന്നു. എന്നിട്ട് ഞാനിപ്പോൾ -3 ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു, അസ്യൂം ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് നമ്പറും എടുക്കാം. അപ്പൊ 2 -3 കുറച്ചാൽ -1, -1 -3 കുറച്ചാൽ -4, -4 -3 കുറച്ചാൽ -7. അതായത് ഒരേ നമ്പർ ഇങ്ങനെ പോകുന്നു. ഇവിടെ ശരിക്കും 2 സ്ഥലത്ത് കൂടുകയാണ്. ഇവിടെ കൂടുന്ന നമ്പർ ഏതാണ്? 6 ആണ്. ഇവിടെ കൂടുന്ന നമ്പർ ഏതാണ്? -3 ആണ്. പ്ലസ് മൈനസ് വരുമ്പോൾ ശരിക്കും മൈനസ് ആണില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സീക്വൻസിനെ അഥവാ ശ്രേണിയെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്നത്. ഒരു സംഖ്യയിൽ നിന്നും തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയെ എന്തുകൊണ്ടാണ് ഇവിടെ കൂട്ടി കിട്ടാന്ന് പറയുന്നത്? 2 + -3 ആണ്. പ്ലസും മൈനസും അടുത്ത് വന്നാൽ അത് മൈനസ് ആവും. ഇതിനെയാണ് അരിത്മെറ്റിക്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ ആദ്യം എഴുതിയ ഈ നമ്പറിനെ ആണ് നമ്മൾ എഫ് അഥവാ ആദ്യ പദം എന്ന് പറയുന്നത്. എന്താണ് എഫ് അഥവാ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം? ഇത് നമ്മൾ പല തരത്തിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. x1 എന്നും പറയാറുണ്ട്. ആദ്യത്തെ പദത്തെ x1, ചില സ്കൂളിൽ T1, അങ്ങനെയൊക്കെ പല തരത്തിൽ പറയാറുണ്ട്. ചില സ്കൂളിൽ A1 എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് എവർ, ഏതായാലും കുഴപ്പമില്ല. പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് എന്നും x1 എന്നുമാണ്. ഈ കൂട്ടിക്കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിയേ. ഈ നമ്പർ തൊട്ടുപറ നമ്പർ കുറച്ച് എത്ര കിട്ടും? 9 - 3 എത്ര? 6. 15 - 9 എത്ര? 6. 21 - 15 എത്ര? 6. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് എത്ര? 6. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് എത്ര? -1 -2 -3 -4 -1 ദാറ്റ് ഈസ് ഓൾസോ -3. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്നും തൊട്ട് ഇപ്പുറത്തെ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആ നമ്പർ കിട്ടുന്നു. ഈ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുക. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. ഇതാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഐഡിയ. കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചാൽ മതി. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുക. അങ്ങനെ അങ്ങ് പോകും. മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുക, അല്ലെങ്കിൽ നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുക. തൊട്ടും പുറത്ത് അമ്പറം കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛൻ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും അമ്മ എന്ന് പറയുന്നത് ആദ്യ പദവും. ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരേ നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. എങ്കിൽ ആദ്യത്തെ പദം 10, ഡി എന്ന് പറയുന്നത് 5 ആണെങ്കിൽ ഇതെങ്ങനെ എഴുതാം? ആദ്യത്തെ പദം 10, ഡി 5 ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. 15, 20, 25. ഞാൻ വീണ്ടും പറയാണ്, ഈ ക്ലാസ് മുഴുവനും കണ്ടതിന് ശേഷം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർ ആവേണ്ടതുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിട്ട് നമുക്ക് ചാപ്റ്റർ മുഴുവൻ പഠിക്കാം. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. കൂടാതെ ഈ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൽ പോയത് ഏകദേശം ഒരു 7.5 മണിക്കൂർ 8 മണിക്കൂർ വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന സ്ക്രോളിൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ 9995 400 800 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് ഫൂഫു സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അസ്ത്ര ബാച്ചിനെ പറ്റി ഒന്ന് അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അസ്ത്ര ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അന്വേഷിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, ക്ലാസ്സുകൾ കാണാൻ. നമുക്ക് നേരെ അടുത്തൊരു കാര്യത്തിൽ പോകാം.
ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് 19, ഇതിന്റെ ആദ്യ പദം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടാമത്തെ പദം, തേർഡ് ടേം എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാമത്തെ പദം. ഇതാണ് പദം എന്ന് പറയുന്നത്. ഇതതിന്റെ സ്ഥാനം, മൂന്നാമത്തെ സ്ഥാനം, രണ്ടാമത്തെ സ്ഥാനം, ഒന്നാമത്തെ സ്ഥാനം. ഓക്കെ, അപ്പൊ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനമാണ്, എത്രാമത്തതാണ്. ഇപ്പൊ അടുത്ത ഞാൻ ചോദിക്കാണ്, അങ്ങനെ പോവാണെങ്കിൽ 46 ഇതിലെ എത്രാമത്തെ സംഖ്യയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 46 4ാമത്തെ സംഖ്യ നമുക്ക് പറയാം. കാരണം ഇവിടെ ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. 28 - 19 = 9. 37 - 28 9. 46 - 9 37. അപ്പൊ 46 എത്രാമത്തെ പദാന്ന് വെച്ചാൽ 4ാമത്തെ പദമാണ്. മനസ്സിലായോ? അപ്പൊ പൊസിഷൻ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും 55 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് പറയാം 55 എന്ന് പറയുന്നത് 5ാമത്തെ പദമാണ്. സോ ഇനി ശ്രദ്ധിച്ചോട്ടെ, ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങളിലേക്ക് അടക്കാൻ പോകണം. ഈ ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45. നന്നായിട്ട് ശ്രദ്ധിച്ചോ. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഒരു സമാന്തര ശ്രേണിയുടെ 4ാമത്തെ പദം 45 ആണ്. ആൻഡ് 5ാമത്തെ പദം 56 ആണ്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇതിന്റെ ആദ്യത്തെ പദം എത്ര എന്നാണ് ചോദ്യം. ആദ്യത്തെ പദം. ഇത് കണ്ടുപിടിക്കാൻ 2 മെത്തഡുകൾ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം 5ാമത്തെ പദവും 4ാമത്തെ പദവും തന്നാൽ ഡി കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. 5ാമത്തെ പദത്തിൽ നിന്ന് 4ാമത്തെ പദം കുറച്ചാൽ മതി. തൊട്ടുമ്പത്ത് കുറയ്ക്കാം, കുറെ അപ്പുറത്ത് കുറയ്ക്കാൻ പറ്റില്ല, തൊട്ടുമ്പത്ത്. അപ്പൊ എന്ത് കിട്ടും? 56 45 കുറച്ചാൽ എത്ര? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അപ്പൊ നമുക്കറിയാം 4ാമത്തെ പദം 45. ശ്രദ്ധിച്ചോ, 1 2 3 4 5. 5ാമത്തെ പദം 56, 4ാമത്തെ പദം 45. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ആണ്. അതായത് അങ്ങോട്ട് 9 കൂടുന്നു, അങ്ങോട്ട് ഇങ്ങനെ 9 കൂടുന്നു, ഇങ്ങോട്ട് എന്താ സംഭവിക്കുക? ആ 9 ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ 45 9 കുറച്ചാൽ എത്ര കിട്ടും? 36. 36 9 കുറച്ചാൽ എത്ര കിട്ടും? 27. 27 9 കുറച്ചാൽ എത്ര കിട്ടും? 18. സോ ഇതിന്റെ ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ് അല്ലെ? രണ്ടാമത്തെ പദം 27, 36, 45, 4ാമത്തെ പദം. ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ പദം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 18 ആണ്. ഐഡിയ കിട്ടിയോ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനി ഒരു കിഡിലെ മെത്തേഡ്, ഇതല്ലാത്ത മറ്റൊരു മെത്തേഡ് ഞാൻ കാണിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള മെത്തേഡ്. സെയിം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സെയിം ക്വസ്റ്റ്യൻ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഒരു സമാന്തര ശ്രേണിയുടെ 4ാമത്തെ പദം എന്ന് പറയുന്നത് 45. 5ാമത്തെ പദം എന്നത് 56 ആണല്ലോ. നന്നായിട്ട് ശ്രദ്ധിച്ചേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടി 1ാമത്തെ പദം. ഇനി ശ്രദ്ധിച്ചോ, 4ാമത്തെ പദത്തിൽ നിന്നും നന്നായിട്ട് ശ്രദ്ധിച്ചോ, 1 ഡി കുറച്ചാൽ 4ാമത്തേന്ന് 1 ഡി കുറച്ചാൽ 3ാമത്തെ, 2 ഡി കുറച്ചാൽ 2ാമത്തെ, 3 ഡി കുറച്ചാൽ 1ാമത്തെ. അപ്പൊ 4ാമത്തെ പദത്തിൽ നിന്നും 3 ഡി കുറച്ചാൽ 1ാമത്തേത് കിട്ടും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ കേട്ടിരുന്നാൽ മനസ്സിലാവും. 4ാമത്തെ പദത്തിൽ നിന്നും 1 ഡി കുറയ്ക്കും. നമ്മൾ തൊട്ടുമ്പോൾ ചെയ്തു. 4ാമത്തെ പദത്തിൽ നിന്ന് 1 ഡി കുറയ്ക്കുമ്പോൾ 1 ഡി കുറയ്ക്കുമ്പോൾ 3ാമത്തെ കിട്ടും. വീണ്ടും 1 ഡി കുറയ്ക്കുമ്പോൾ 2ാമത്തെ കിട്ടും. വീണ്ടും 1 ഡി കുറയ്ക്കുമ്പോൾ 1ാമത്തെ കിട്ടും. അത് തന്നെ നമുക്ക് ഇതുപോലെ സെന്റൻസ് ആക്കി ചെയ്താലോ. 4ാമത്തെ പദത്തിൽ നിന്നും 3 ഡി കുറയ്ക്കുമ്പോൾ 1ാമത്തെ പദം കിട്ടുന്നു. 4ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 45. ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ആണ്. സോ 3 × 9 = x1. 45 നിന്നും 27 കുറച്ചാൽ എത്രയാടാ? ദാറ്റ് ഈക്വൽ ടു 18. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നും എഴുതാതെ തന്നെ നമുക്ക് എന്ത് കിട്ടി? 1ാമത്തെ പദം കിട്ടി. അത് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ എഴുതിയതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു മക്കളെ. x4 - 3d എന്ന് പറഞ്ഞാൽ x1 ആണ്. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന 4ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 3 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാലാണ് 1ാമത്തെ സ്റ്റെപ്പ് എത്തുക. എങ്കിൽ 10ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 5 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങിയാൽ എത്രാമത്തെ സ്റ്റെപ്പിലെത്തും? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് x20 - 13d. ഡി ആണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഇത് കാണാൻ എത്ര പണിയുള്ളൂ? 20 - 13 ചെയ്താൽ മതി. 20 നിന്ന് 13 കുറച്ചാൽ എത്ര കിട്ടും? 7. സോ 7ാമത്തെ പദം എന്ന് കിട്ടും. നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറച്ച് നമ്പറുകൾ തരാം. x10 - 9d എന്ന് പറഞ്ഞാൽ എത്ര? x1 ആണ്. നോക്കൂ, 10 - 9
1. അപ്പൊ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സ് 13 മൈനസ് എക്സ് 6d ചെയ്താൽ എന്ത് കിട്ടും? 13 6 എക്സ് 7, ഏഴാമത്തെ പദം കിട്ടും. ഈ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കാൻ വിചാരിച്ചത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എന്ത് കിട്ടും? ഐഡിയ കിട്ടും കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതേ കാര്യം സെയിം കാര്യം ഞാനൊന്ന് മാറ്റി എന്ന് നോക്കിട്ടോ. സെയിം കാര്യം, അതായത് ഈ -3d അങ്ങോട്ട് കൊണ്ടുപോയി +x1 അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി വേണ്ട, x4 എന്ന് പറഞ്ഞാൽ എന്താ? x1 + 3d അല്ലേ? x4 എന്ന് പറഞ്ഞാൽ എന്താ? 4ാമത്തെ പദം കാണാൻ 1ാമത്തെ പദത്തിനോട് 3d കൂട്ടിയാൽ മതി. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കാം. 18, 1ാമത്തെ പദം 18, d എന്ന് പറഞ്ഞാൽ 9. അപ്പൊ എനിക്ക് 4ാമത്തെ പദം കിട്ടണ എന്ത് ചെയ്താൽ മതി? 18നോട് 3d കൂട്ടിയാൽ മതി. 1d 2d 3d 9 + 9 + 9. അപ്പൊ 18 + 3 × 9 = 45. ആ സെയിം കാര്യം തന്നെ, ഈ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയത്. 4ാമത്തെ പദം എന്ന് പറയുന്നത് 1ാമത്തെ പദത്തിനോട് 3d കൂട്ടിയാൽ മതി. -5d അങ്ങോട്ട് കൊണ്ടുപോയാൽ x5 എന്ന് പറയുന്നത് x10 എന്ന് പറയുന്നത് 5ാമത്തെ പദത്തിനോട് 5d കൂട്ടാം. അടുത്ത x20 എന്ന് പറയുന്നത് 7ാമത്തെ പദത്തിനോട് 13d കൂട്ടാം. ഇനി അടുത്ത x10 എന്ന് പറയുന്നത് 1ാമത്തെ പദത്തിനോട് 9d കൂട്ടാം. ഇപ്പൊ ചെയ്ത അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നുള്ളത്. ഓക്കെ ആണോ? അതായത് എന്താ ചെയ്തത്? 4ാമത്തെ പദത്തിൽ നിന്ന് 3d കുറച്ചാൽ 1ാമത്തെ പദം കിട്ടും. 10ാമത്തെ പദത്തിൽ നിന്ന് 5d കുറച്ചാൽ 5ാമത്തെ പദം കിട്ടും. ഇതേ കാര്യം എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം. 5ാമത്തെ പദത്തിനോട് 5d കൂട്ടിയാൽ 10ാമത്തെ പദം കിട്ടും എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചാൽ, സെയിം ടോപ്പിക്കിൽ തന്നെ ഒരു കാര്യം കൂടി നന്നായിട്ട് ശ്രദ്ധിച്ചു. സെയിം ടോപ്പിക്കിൽ ഒരു കാര്യം കൂടി, ഞാൻ ഈ +x1 അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? -x1 ആയി. -3d അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? +3d. അപ്പൊ എനിക്ക് എങ്ങനെ ചെയ്താം? ഇത് 3 കൂടി കണക്ട് ചെയ്ത് പറഞ്ഞോ. 4ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം കുറച്ചാൽ എന്ത് കിട്ടും? 3d കിട്ടും കുറച്ചാൽ. ഇതേപോലെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ 10ാമത്തെ പദത്തിൽ നിന്ന് 5ാമത്തെ പദം കുറച്ചാൽ 5d കിട്ടും. നേരത്തെ വേണമെങ്കിൽ 20ാമത്തെ പദത്തിൽ നിന്ന് 7ാമത്തെ പദം കുറച്ചാൽ എത്ര d കിട്ടും? 13d കിട്ടും. നേരത്തത് 10ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം കുറച്ചാൽ 9d കിട്ടും. ലാസ്റ്റ് 13ാമത്തെ പദത്തിൽ നിന്നും 7ാമത്തെ പദം കുറച്ചാൽ 6d കിട്ടും. ഇതാണ് ഇതിൻ്റെ. ഈ 3 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈ ടോപ്പിക് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. വളരെ സിമ്പിളും ആണ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ. ഒരു സാധനം ബൈഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം കാണിച്ചു തരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കിട്ടുമോ നോക്കാം. 8ാമത്തെ പദത്തിൽ നിന്നും 4d കുറച്ചാൽ എത്രാമത്തെ പദം കിട്ടും? ഇതിന് ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്നതിൻ്റെ അർത്ഥം. 8ാമത്തെ പദത്തിൽ നിന്നും 4 സ്റ്റെപ്പ് താഴെട്ടിറങ്ങിയാൽ 4ാമത്തെ പദം കിട്ടും. അടുത്ത് 13ാമത്തെ പദത്തിനോട് 5d കൂട്ടിയാൽ എത്രാമത്തെ പദം കിട്ടും? എത്രാമത്തെ ടേം കിട്ടും? ഇവിടെ നമ്മൾ ചെയ്ത് 8 - 4 4 13 + 5 18. സോ 18ാമത്തെ പദം കിട്ടും. ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാം? x20 - x7 ചെയ്താൽ എന്താ കിട്ടുക? 13. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഡിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദി സീക്വൻസ്? 1, 11, 21 എക്സെട്ര. ഇതിന്റെ 25ാമത്തെ പദം എത്ര? അപ്പൊ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് 1ാമത്തെ പദം അറിയാം. അപ്പൊ നമുക്കറിയാം 1ാമത്തെ പദത്തിനോട് എത്ര d കൂട്ടിയാലാണ് 25ാമത്തെ പദം കിട്ടുക? 24d കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ടോപ്പിക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക? ഒന്നും കൂടി എടുത്ത് കാണുക. അപ്പോൾ ഉറപ്പായിട്ടും മനസ്സിലാവും. സോ 1ാമത്തെ പദം എന്ന് പറഞ്ഞാൽ 1 + 24 × d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 - 1 = 10 ആണ്. അപ്പോൾ 24 × 10. 1 + 240. സോ 241 ആണ് ഇതിന് ആൻസർ. എങ്കിൽ ഈ ശ്രേണിയുടെ 10ാമത്തെ പദം എത്ര എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക.
വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഇത് ഒരു മാക്സിമം ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും 10ാം ക്ലാസ്സിലേക്ക് എത്തിയ ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ബൈ.